തൊട്ടടുത്ത് തന്നെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിലുള്ള PWD ഓഫീസിലായിരുന്നു 1.5 വർഷം പാർട്ട് ടൈം ആയിട്ട് ഓവർസിയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പല പ്രോജക്റ്റുകളിലും അതുപോലെ പല പ്രൈവറ്റ് മേഖലകളിലും അതുപോലെ ലൈസൻസ് എടുത്ത് ബിൽഡിംഗ് പ്ലാൻ വർക്കിട്ട് അതായത് എന്റെ കരിയർ ആ ഒരു പ്രൊഫഷണൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസരം എന്നെ പരിചയപ്പെടുത്തിയത് ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ഒരിക്കൽ കൂടി നമുക്ക് പറയാം ബിജു മാത്യു സാർ. നല്ല രീതിയിൽ അദ്ദേഹത്തെ കൊടുക്കാം. അയൽവാസിയാണ്. അതിന് അദ്ദേഹത്തോടുള്ള വിശ്വാസം കൊണ്ട് ഒരു ബിസിനസ് പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഏറ്റെടുത്തെങ്കിൽ എങ്ങനെ ചെയ്യണം. കാരണം ഡയറക്ട് സെല്ലിങ്ങോ മാർക്കറ്റിങ്ങോ എല്ലാം സിദ്ധോ ഒന്നും മുൻപരിചയമുള്ള വ്യക്തിയല്ല. എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കാന്ന് കരുതി കുറച്ച് പ്രോഡക്റ്റുകൾ അത് വലിയ പൈസ കടമൊക്കെ മേടിച്ചു കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ആദ്യം മേടിച്ചു. കുറച്ച് വീട്ടിലേക്ക് വേസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു വേണ്ടപ്പെട്ട കുറച്ച് പേരിലേക്ക് പ്രോഡക്റ്റുകളൊക്കെ എത്തിച്ചു. അന്ന് ഇത്രയും പ്രോഡക്റ്റുകളൊന്നും ഇല്ലായിരുന്നു. 26ഓളം പ്രോഡക്റ്റ് ഉണ്ടായിട്ടുള്ളൂ, 2 ബ്രാൻഡേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പ്രോഡക്റ്റുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച 1 മാസം കഴിഞ്ഞപ്പോഴൊക്കെ ആളുകൾ റിസൾട്ട് പറയാൻ തുടങ്ങി, വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാമെന്ന് കരുതി. അതുപോലെ തൊടുപുഴയൊന്നും മീറ്റിംഗ് ഇല്ലായിരുന്നു, എറണാകുളത്ത് അതുപോലെ അങ്കമാലി കോട്ടയത്തൊക്കെ മീറ്റിംഗ് ട്രെയിനിങ് ഒക്കെ ലീഡേഴ്സ് പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സിൽ എന്തോ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് വരുമാനം കിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടായി. ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതിലൂടെ നല്ല വരുമാനം നേടുവാനും അതുപോലെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റുമെന്നും ഒരുപാട് ആളുകൾക്ക് വരുമാനവും ആരോഗ്യമൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരമാക്കി മനസ്സിലാക്കി ശക്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ജോലിയെക്കാലത്തുള്ള നേട്ടം കിട്ടുമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ തന്നെ 30,000 സാലറി കിട്ടുന്ന ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഒരു ഫുൾ ടൈം കാര്യമായിട്ട് ITC റാങ്കിലേക്ക് എത്തുവാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും എന്റെ ഒരു വിജയമല്ല, നിങ്ങൾക്കും ഇത് സാധിക്കും. എനിക്ക് ഇത്രയും സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സമയം വേണ്ട. കാരണം ഞാനത് വന്നപ്പോൾ ഇത്രയും സംവിധാനങ്ങളില്ലായിരുന്നു, ഡയറക്ട് സെല്ലിംഗ് നല്ല നിയമങ്ങളില്ലായിരുന്നു, ഇത്രയും ബ്രാൻഡുകളില്ലായിരുന്നു, ഇത്രയും റിസൾട്ടുകളില്ലായിരുന്നു, ഇത്രയും അച്ചീവേഴ്സ് ഇല്ലായെങ്കിൽ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും അച്ചീവേഴ്സ് റിസൾട്ട് കിട്ടിയവരും സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ശക്തമായിട്ട് ഈ അവസരത്തെ പുതിയ വന്ന വ്യക്തികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതിനെ വിശ്വസിച്ചുകൊണ്ട് ഈ അവസരം ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ അവസരത്തിലൂടെ തീർച്ചയായിട്ടും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകത്തെ ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും 2017 ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിലാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. വീട് പണിതതിന്റെ ബാധ്യത, വീട്ടിലേക്കുള്ള വഴി മേടിച്ചതിന്റെ ബാധ്യത, 3 സിസ്റ്റേഴ്സിനെ വിവാഹം കഴിഞ്ഞതിന്റെ ബാധ്യത, ഇങ്ങനെ ഒരുപാട് ബാധ്യത തീർക്കുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ലീഡേഴ്സിന്റെ ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടക്ക സമയത്ത് തന്നെ കമ്പനിയുടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡ് മലേഷ്യ ട്രിപ്പ് അച്ചീവ് ചെയ്ത് ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് പോകാൻ അവസരം മലേഷ്യൻ കമ്പനിയാണ്. 8 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ഒരു പുതിയ 4 രജിസ്ട്രേഷൻ കാറിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു. 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നിലവിലുള്ള വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു വീട് സ്ഥലം തൊടുപുഴ മുണ്ടപ്പാത്തായിട്ട് മേടിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. ഒരുപാട് ബാധ്യതകൾ അതെനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. എല്ലാ വർഷങ്ങളിലും ടാക്സ് കൊടുക്കുന്നു, ഇന്ന് എല്ലാ മാസങ്ങളിലും GST അടയ്ക്കുന്ന ലെവലിലേക്ക് ഉയർത്തിയ കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. 2025 പുതിയൊരു ഫാമിലി വണ്ടി അല്ലെ 7 സീറ്റർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വീടും കാറൊക്കെ മേടിക്കാൻ സഹായിച്ച കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ കമ്പനി. ഇന്ന് അറബി മാസത്തില് മുഹറം 15 എന്റെ 1 വർഷം മുമ്പാണ് എന്റെ അമ്മ എന്നെ വെട്ടിവെറിഞ്ഞത്. അതിന്റെ ഒരു ദുഃഖമുണ്ട്, അതിനെ തുടക്കത്തില് പറഞ്ഞ്. അപ്പൊ അത് അമ്മ വെട്ടിവെക്കുമ്പോൾ അതേ അമ്മയുടെ സ്നേഹത്തിൽ ഒരു വൈഫിനെ കിട്ടി. എന്തായാലും കഴിഞ്ഞ 1 മാസം മുമ്പാണ് തീർച്ചയായിട്ടും എന്തായാലും അപ്പൊ ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു വിഷമത്തിൽ ഒരു സന്തോഷമായിട്ട് കമ്പനിയുടെ ITC എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ജീവിതത്തിൽ ഇറക്കങ്ങളും തൂക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഒരു മറുവശമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ ജീവിതത്തിൽ മൈനീസ്റ്റ്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. ടീമിന്റെ ആ ഒരു നല്ല എഫേർട്ട്, എന്നെക്കാളും കഴിവും കപ്പാസിറ്റി ഉള്ള ഒരുപാട് ലീഡേഴ്സ് ടീമിൽ വന്നു. അവരോടൊപ്പം ചങ്കായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എനിക്ക് പോകാനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും കൂടെ വിജയിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ വലിയ വിജയം നിങ്ങൾക്ക് നേടിത്തരും. ഞങ്ങൾ വന്ന സമയത്ത് കല്ലുമുള്ളിൽ നിറഞ്ഞ പാതകളാണെങ്കിൽ ഇതൊരു എക്സ്പ്രസ് ഹൈവേ പോലുള്ള അവസരമാണുള്ളത്. ആ ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ പയ്യെ നമുക്ക് പോകാൻ പറ്റൂലേ അല്ലെ. പുതിയ ആൺലൈൻ പാതയൊക്കെ അല്ലെ കേരളത്തിൽ വരാൻ പോലെ വന്നുകൊണ്ടിരിക്കുന്നല്ലേ, വന്നു കഴിഞ്ഞു ഓൾറെഡി അല്ലെ. അത് കയറി കഴിഞ്ഞാൽ പിന്നെ 30 കിലോമീറ്റർ സ്പീഡ് 40 കിലോമീറ്റർ സ്പീഡ് പോകാൻ പറ്റുമല്ലേ, 90 100 പോകണം. അപ്പൊ അത്തരത്തിലുള്ള നല്ലൊരു ഹൈവേ പോലെ അവസരം മൈ ലൈഫ് സ്റ്റൈൽ ഇവിടെ തന്നിരിക്കാനാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല കമ്പനികളുടെ ലിസ്റ്റ് ഈ വർഷം തന്നെ വന്ന് ഡയറക്ട് സെല്ലിംഗ് സർക്കാർ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന നാളുകളിൽ ഏറ്റവും GST കിട്ടുന്ന ഒരു മേഖലയായിട്ട് മാറാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് മേഖലയാണ്. അതിലെ നമ്പർ 1 കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ. എനിക്ക് കിട്ടിയ വിജയം
നിങ്ങൾക്ക് ഈ വിജയം നേടുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തിയ സ്പോൺസറെ വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ഗ്രൂപ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ബന്ധങ്ങളെ വിള്ളൽ വരാതെ നന്നായിട്ട് ഈ ബിസിനസ് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ വിജയിക്കുവാനായിട്ട് സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. സമയം ഒരുപാട് വൈകി. മീറ്റിംഗ് ഇവിടെ 12:30 ക്ലോസ് ചെയ്യാനാണ്. ഇപ്പൊ തന്നെ 1 മണി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും വിഷമത്തിന്റെ വിളികളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. എന്തായാലും ഇന്ന് സന്തോഷത്തോടൊപ്പം ദുഃഖം ഉണ്ടെങ്കിൽ പോലും എന്തായാലും എല്ലാവർക്കും ജീവിതത്തിൽ മൈലേഴ്സിലൂടെ വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടെ റെക്കഗ്നൈസ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ച എല്ലാവർക്കും ഒരുപാട് പേര് വാട്സപ്പിലൂടെ നേരിട്ട് വിളിച്ചവരുണ്ട്, അതുപോലെ തന്നെ നേരിട്ട് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം ഇന്നത്തെ GTS മീറ്റിംഗ് വളരെ ഭംഗിയായിട്ട് എടുത്തു സുലൈമാൻ